ഏത് സമയവും ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ വീണ്ടും മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ എത്തിയില്ല എങ്കിൽ വളരെ മോശം കാര്യങ്ങളാകും ഇറാനെ കാത്തിരിക്കുന്നത്. അടുത്ത 10 ദിവസങ്ങൾ നിർണായകമാണെന്നും യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. യുദ്ധഭീതി ശക്തമായതോടെ നയതന്ത്ര നീക്കത്തിനൊപ്പം സൈനിക മുന്നൊരുക്കവും അമേരിക്കയും ഇറാനും ശക്തമാക്കി. 50-ലേറെ പോർവിമാനങ്ങൾ പെന്റഗൺ ഗൾഫിലേക്ക് എത്തിച്ചു. ഹോർമുസിൽ നാവിക അഭ്യാസം തുടരുകയാണ് ഇറാൻ. നാളെ റഷ്യയുമായി ചേർന്ന വിപുലമായ അഭ്യാസം നടത്തും. ഈ ആഴ്ച തന്നെ ഇറാനെതിരെ നടപടിയുണ്ടാകുമെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷ സാഹചര്യം മുൻനിർത്തി ആഗോള വിപണിയിൽ സ്വർണ്ണ നിരക്കിൽ വർധന. എണ്ണവില 1.5% മുകളിലേക്ക് കടന്ന വിപിക്ക് $71 മുകളിലെത്തി. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, രണ്ടാം ഘട്ട ചർച്ച പൂർത്തിയായതേയുള്ളൂ. അതിൽ ഒരു കരട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കരട് തയ്യാറാക്കണമെന്ന് ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുമുണ്ട്. അതിനിടെ തന്നെ ഒരു ആക്രമണത്തിനുള്ള ശ്രമമാണോ നടക്കുന്നത്? അങ്ങനെ വിലയിരുത്താമോ? മനീഷ്, ഏതാണ്ട് ട്രംപിന്റെ പ്രതികരണം അല്പം മുമ്പാണ് വന്നിരിക്കുന്നത്. ഈ ഗസയിലെ സമാധാന സമിതിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെയാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഇറാൻ ഒരു കരാറിലെത്തണം എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ടും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇറാൻ പോകുന്നത് എന്ന ഒരു താക്കീത് കൂടി ട്രംപ് നൽകിയിരിക്കുന്നത്. അതിനർത്ഥം ഏതാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു സൈനിക നടപടിക്കുള്ള നീക്കത്തിൽ തന്നെയാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഏത് സമയവും ഈ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇറാനും വളരെ വിപുലമായിട്ടുള്ള സൈനിക അഭ്യാസവും അതോടൊപ്പം തന്നെ മറ്റു മുന്നൊരുക്കങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ജനീവ ചർച്ചയോടുകൂടി ഒരു യുദ്ധഭീതി കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ എന്നത് വളരെ യുദ്ധം ആസന്നമാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ലോകമാധ്യമങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ട്രംപിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല എങ്കിൽ സൈനിക നടപടിയിലേക്ക് നീങ്ങും. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഇപ്പം രണ്ടാമത്തെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോർഡ് ഗൾഫിലെത്തും. അതിനുള്ളൊരു സാവകാശം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ 10 ദിവസത്തെ സാവകാശം ഇപ്പോൾ ട്രംപ് തൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ വളരെ വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടരുന്നത്. ഇന്നിപ്പോൾ റഷ്യയുമായി ചേർന്നുള്ള നാവികാഭ്യാസം ഇറാൻ നടത്തുകയുണ്ടായി. നാളെയും ഇതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള അഭ്യാസത്തിനുള്ള ഒരുക്കത്തിലാണ്. ചൈനയും ഈ അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും ഒരുപക്ഷെ ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം വരികയാണെങ്കിൽ ഈ 2 രാജ്യങ്ങൾ ഏത് സമീപനം സ്വീകരിക്കും? യുദ്ധത്തിൽ അവർ പ്രത്യക്ഷത്തിൽ പങ്കാളിത്തം വഹിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതേസമയം നയതന്ത്ര ദൗത്യം, ഈ പ്രശ്നപരിഹാരത്തിനുള്ള തിരക്കിട്ട നയതന്ത്ര ദൗത്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക ബുദ്ധിമുട്ടാണ്. കാരണം 2003 സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ തോതിലുള്ള അമേരിക്കൻ പടയൊരുക്കമാണ് ഇപ്പോൾ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 50-ലധികം പോർവിമാനങ്ങൾ ഇപ്പോൾ ജോർദാനിലും മറ്റ് കേന്ദ്രങ്ങളിലും എത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൂടുതൽ പടക്കപ്പലുകളും മറ്റ് സന്നാഹങ്ങളും അമേരിക്ക വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാനുള്ള തങ്ങളുടേതായിട്ടുള്ള സാധ്യതകൾ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇറാനും നടത്തിവരുന്നുണ്ട്. പക്ഷേ ഒരു ആക്രമണം എന്നത് പൊടുന്നനെ 1-2 ആക്രമണം നടത്തി പിൻവാങ്ങുന്ന രീതി ആയിരിക്കില്ല. മറിച്ച് ഒരുപക്ഷെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ യുദ്ധഭീതിയെ മറികടക്കാനുള്ള ആക്രമണത്തിലേക്ക് കടക്കരുത് എന്ന നിലപാടാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ ഇസ്രായേലിന്റെ ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലുണ്ട്. അത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചയിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ നാസർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ നാവികാഭ്യാസം പുരോഗമിക്കുന്നുണ്ട്. അതിൽ റഷ്യ കൂടി എത്തുകയാണ്, അല്ലെങ്കിൽ ചൈന കൂടി പിന്തുണ നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇവർ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇറാന് പൂർണ്ണ പിന്തുണയുമായി ഇരുവരും എത്തുകയാണെങ്കിൽ അത് സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാക്കും?
ഒരു വാർഷിക സൈനികാഭ്യാസം എന്ന നിലയിലാണ് ഇപ്പോൾ റഷ്യയും ചൈനയും ഇറാനുമായി ചേർന്നുള്ള ഈ അഭ്യാസത്തെ കാണുന്നത്. നേരെ മറിച്ച് ഒരു അമേരിക്കയുടെ ഒരു ആക്രമണം വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ രാജ്യങ്ങൾ പങ്കുവയ്ക്കുമോ അതല്ലെങ്കിൽ സൈനികമായിട്ട് ഇറാനെ അവർ പിന്തുണയ്ക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ കൃത്യതയിലേക്ക് എത്താൻ സമയമായിട്ടില്ല. ഒരുപക്ഷെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. കാരണം റഷ്യക്കും ചൈനയ്ക്കുമൊക്കെ ഇറാനിൻ്റെ ഈ സുരക്ഷയിൽ വലിയ താല്പര്യമുണ്ട്. അവർ നേരത്തെ തന്നെ അക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ മേഖലയിൽ ഒരു അസന്തുലിത അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയും ഉണ്ടാകുന്ന ഒരു ആക്രമണം ഒരു നിലക്കും തങ്ങൾ പൊറുപ്പിക്കുകയില്ല. അത്തരം നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കണമെന്ന് റഷ്യയും ചൈനയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ വലിയൊരു പങ്കാളിക്ക് നേരെയുള്ള ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് ഈ ചൈനയും റഷ്യയും ഒരു റോൾ എടുക്കുമോ, അതല്ല നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മാറി നിന്നുകൊണ്ട് അത് ഇറാന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഈ രാജ്യങ്ങൾ വിലയിരുത്തുമോ എന്നത് ഈ ഘട്ടത്തിൽ പറയുക എളുപ്പമല്ല. ഒരുപക്ഷെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ പലതും മാറിമറിയുന്ന ഒരു ഘട്ടമുണ്ട്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയുമായി വലിയ എതിർപ്പിലാണ് റഷ്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണമെങ്കിൽ മറ്റൊരു റോളിലേക്കും അവർ വന്നുകൂടായികയില്ല. പക്ഷേ ഈ നയതന്ത്ര ദൗത്യം അത് വളരെ ശക്തമായി തന്നെ ഖത്തറും ഈജിപ്തും അതോടൊപ്പം തന്നെ തുർക്കിയും സൗദി അറേബ്യയും ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോൾ നിന്ന് നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ്. അതല്ല എങ്കിൽ ഈ ആണവ കരാറിൽ പൂർണ്ണമായിട്ടും അമേരിക്കൻ ഉപാധികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇറാൻ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് ആണവ വിഷയത്തിൽ മാത്രം പരിമിതമാകണമെന്നുമില്ല. നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന് വലിയ താല്പര്യങ്ങളുണ്ട്. കാരണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായിട്ടും അത് ലഘൂകരിക്കണം, അത് കുറയ്ക്കണം എന്നത് സംബന്ധിച്ച നിർദ്ദേശവും അമേരിക്കയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു താല്പര്യം, ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക്, സൈനിക നടപടിയിലേക്ക് തന്നെ നീങ്ങാനായിരിക്കും ഒരുപക്ഷെ ട്രംപ് നീങ്ങുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ നയതന്ത്ര ദൗത്യത്തിൽ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇറാൻ തയ്യാറാകേണ്ടി വരും. പക്ഷെ ആ വിട്ടുവീഴ്ച എത്ര, ഏത് സ്വഭാവത്തിൽ എന്നതിനെ ആശ്രയിച്ചു നിൽക്കുകയാണ് ഒരുപക്ഷെ ഈ ഗൾഫിന്റെ ഈ രാഷ്ട്രീയ ഭാവി, സൈനിക ഭാവി പോലും എന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്, ഒരു കരട് തയ്യാറാക്കണമെന്നായിരുന്നു ജനീവയിലെ ചർച്ചയിൽ തീരുമാനമായത്. ഇതിപ്പോൾ 10 ദിവസത്തിലുള്ള തീരുമാനമെടുക്കണമെന്ന് ഇറാനോട് US ആവശ്യപ്പെടുകയും ചെയ്യുന്നു. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസയുടെ പുനർനിർമ്മാണത്തിനായി $7 ബില്യൺ സഹായം ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിലെ പ്രവർത്തനങ്ങൾക്കായി രൂപവൽക്കരിച്ച ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഫുട്ബോൾ സംഘടനയായ ഫിഫ ഗസയ്ക്കായി $75 ദശലക്ഷം സമാഹരിക്കുന്നുണ്ടെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഗസയിലെ യുദ്ധം അവസാനിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, 2ാം ഘട്ട വെടിനിർത്തൽ പദ്ധതിയും യാഥാർത്ഥ്യമായതിനു ശേഷവും ഇസ്രായേലിന്റെ ആക്രമണം ഒരു വശത്ത് തുടരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ട്രംപ് പറയുന്നത് യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല സാഹചര്യങ്ങൾ എന്ന് അവിടുത്തെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സമാധാന സമിതിയുടെ പ്രവർത്തനം, സഹായ വാഗ്ദാനമൊക്കെ എത്ര കണ്ട് പ്രതീക്ഷ നൽകുന്നതാണ്? അത് ഫലസ്തീനികൾക്ക് എത്ര കണ്ട് അനുകൂലമാകും അബ്ബാസ്? അനീഷ, 2ാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് US പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഒന്ന്, ഗസയിലെ പുനർനിർമ്മാണത്തിനും അതുപോലെ പുനരധിവാസ പ്രവർത്തനത്തിനുമായിട്ടുള്ള ഫണ്ടിംഗ് ആണ്. രണ്ടാമത്, ഗസയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മേൽനോട്ട ചുമതലകളാണ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്. ഈ ഫണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് US മാത്രം $10 ബില്യൺ ഈ ഗസയുടെ പുനർനിർമ്മാണത്തിലും അതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായിട്ട് നീക്കിവെക്കുന്നു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ബോർഡ് ഓഫ് പീസിന്റെ ആദ്യത്തെ യോഗത്തിൽ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ഇതോടുകൂടെ തന്നെ
GCCയിലെ രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉൾപ്പെട്ട 9 രാഷ്ട്രങ്ങൾ $7 ബില്യൺ കൂടി സഹായം കൂടി ഗസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ടോട്ടൽ മൊത്തം $17 ബില്യൺ സഹായമാണ് പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾക്കുമായി പുനർനിർമ്മാണത്തിനുമായി ഗസയ്ക്ക് വേണ്ടി ഈ ബോർഡ് ഓഫ് പീസിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ ഒരു പ്രഖ്യാപനം എന്നുള്ള അർത്ഥത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ ഗസയിലെ 90% അടിസ്ഥാന സൗകര്യങ്ങളും തകർന്ന നിലയിലാണ്. അവിടെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഏറ്റവും മുകളിൽ തട്ട് വരെ നിർമ്മാണ പ്രവർത്തികളും അതുപോലെ പുതിയ ജീവിതം തന്നെ ഉണ്ടാക്കേണ്ട ഒരു സന്ദർഭമാണ് ഗസയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അത് എങ്കിൽ കൂടി ഇത് എങ്ങനെ മുന്നോട്ട് പോകും, ഈ പ്രഖ്യാപനം ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്കിതിരെ വ്യക്തതയില്ല. രണ്ടാമതൊരു കാര്യം ISF എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അതുപോലെ കസാക്കിസ്ഥാൻ, കൊസോവോ, മൊറോക്കോ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്ക് ഗസയിൽ വിന്യസിക്കാനുള്ള ഫോഴ്സാണ്. ആ ഫോഴ്സിലേക്ക് ട്രൂപ്പുകളെ, അവരുടെ സൈന്യത്തെ, അവരുടെ പോലീസ് സംഘത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സഹായ പദ്ധതി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സമാധാന സമിതിയുടെ യോഗത്തിലാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഭാഷണ വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തു. ന്യൂഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. ആരോഗ്യരംഗത്തും ഇൻഷുറൻസ് മേഖലയിലുമുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. സാങ്കേതിക മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക രംഗത്തെ പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും മുൻഗണന നൽകാനും തീരുമാനമായി. ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് അനുസൃതമായ സുസ്ഥിര വികസന മാതൃകകൾ നടപ്പിലാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. നിക്ഷേപം, വ്യാപാരം, നൂതന സാങ്കേതികവിദ്യ തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അറിവും വൈദഗ്ധ്യവും കൈമാറുന്നതിന്റെ പ്രാധാന്യം കൂടിക്കാഴ്ചയിൽ എടുത്തുകാട്ടി. വരാനിരിക്കുന്ന വ്യവസായങ്ങളിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പരിശ്രമിക്കുമെന്ന് നേതാക്കൾ വിശദീകരിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും യോഗത്തിൽ പങ്കെടുത്തു. സമ്മിറ്റ് നാളെ സമാപിക്കും. മീഡിയ 1 ദുബായ്. സൗദിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഇലോൺ മസ്കിന്റെ XAIയിൽ $3 ബില്യൺ നിക്ഷേപം നടത്തി. സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹ്യുമൈനാണ് നിക്ഷേപം നടത്തിയത്. സൗദിയുടെ AI പദ്ധതിയുടെ ഭാഗമായി മസ്കിന്റെ ഗ്രോക്കും സൗദിയിൽ വിവിധ മേഖലകളിൽ വിപുലീകരിക്കും. സൗദി സർക്കാരിന്റെ ഔദ്യോഗിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ് ഹ്യുമൈൻ. ഇലോൺ മസ്കിന്റെ XAIയിൽ $3 ബില്യൺ കമ്പനി ഇപ്പോൾ നിക്ഷേപിച്ചത്. ഇതോടെ XAIയിലെ വലിയ ഓഹരി ഉടമസ്ഥരിൽ ഒരാളായി ഹ്യുമൈനും മാറി. സ്പേസ് ഹ്യുമൈന് ഓഹരിയുണ്ട്. നവംബറിൽ സൗദി US ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ ഇരു കമ്പനികളും തമ്മിൽ സഹകരണത്തിന് ധാരണയിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിക്ഷേപം. XAIയെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ SpaceX ഏറ്റെടുക്കുന്നതിന് മുന്നോടിയാണിത്. ഇതോടെ XAIയിൽ ഹ്യുമൈൻ കൈവശമാക്കിയ ഓഹരികൾ പിന്നീട് SpaceXന്റെ ഓഹരിയായി മാറും. ഇരു കമ്പനികളുടെയും സഹകരണത്തിൽ സൗദിയിൽ 500 മെഗാവാട്ടിലധികം ശേഷിയുള്ള അത്യാധുനിക ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കും. കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിക്കും. XAI വികസിപ്പിച്ച AI മോഡലായ ഗ്രോക്ക് സൗദി അറേബ്യയിൽ വിന്യസിക്കാനും ധാരണയായിട്ടുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, നെക്സ്റ്റ് ജനറേഷൻ ഡാറ്റാ സെന്ററുകൾ, വിപുലമായ AI മോഡലുകൾ എന്നിവയിൽ ഹ്യുമൈൻ വരും ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സൗദിയുടെ പുതിയ സ്ട്രാറ്റജി പ്രകാരം AI ഭരണകൂടത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിലെ വാഹന ഇൻഷുറൻസ് പോളിസി വ്യവസ്ഥകളിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പ്രകൃതി ദുരന്തങ്ങൾ, മോശം കാലാവസ്ഥ എന്നിവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇനി എല്ലാ മോട്ടോർ ഇൻഷുറൻസ് പോളിസികളിലും നിർബന്ധിത പരിരക്ഷ ലഭിക്കും. ഇൻഷുറൻസ് കമ്പനികൾക്ക് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിനായി അനുവദിച്ച 1 മാസത്തെ കാലയളവ് അവസാനിക്കുന്നതോടെയാണ് നടപടി പ്രാബല്യത്തിൽ വരുന്നത്. ഭേദഗതി പ്രകാരം പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥ സംബന്ധമായ സംഭവങ്ങൾ മൂലമുണ്ടാകുന്ന വസ്തുനാശനഷ്ടങ്ങൾക്ക് എല്ലാ മോട്ടോർ ഇൻഷുറൻസ് പോളിസികളിലും സ്വമേധയാ പരിരക്ഷ ലഭിക്കും. നിർബന്ധിത തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസികളും ഇതിൽ ഉൾപ്പെടും. ഒമാനിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരിഗണിച്ചാണ് നടപടി. ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്.
നിശ്ചിത സമയപരിധിക്കുള്ളിൽ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി നൽകിയില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പോളിസി ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഇൻഷുറൻസ് കമ്പനി വാഹനം നന്നാക്കി തരുന്നതിന് പകരം നഷ്ടപരിഹാരം പണമായി വാങ്ങാനുള്ള ഓപ്ഷനും ഉടമകൾക്ക് ലഭിക്കും. ഇതോടൊപ്പം ഇൻഷുറൻസിൽ ഉൾപ്പെടുന്ന പുതിയ സ്പെയർ പാർട്സുകളുടെ പട്ടിക 37 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി അറ്റകുറ്റപ്പണിയുടെ ഗുണനിലവാരം ഉയർത്തുകയും വാഹന സുരക്ഷ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ ബാങ്കിംഗ് സേവന നിരക്കുകളിൽ പ്രഖ്യാപിച്ച ഇളവ് നാളെ മുതൽ പ്രാബല്യത്തിലാകും. ബാങ്കുകളിൽ അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള നിരക്ക് ഇനി പരമാവധി 2% നിജപ്പെടുത്തും. സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശമാണ് ബാങ്കുകൾ നടപ്പാക്കി തുടങ്ങുന്നത്. ബാങ്കുകളുടെ വിവിധ സേവന നിരക്കുകളിലും മാറ്റം വരും. കഴിഞ്ഞ ഡിസംബറിൽ സൗദി ദേശീയ ബാങ്കായ സാമ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ നാളെ മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലാകും. പല ബാങ്കുകളും ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും നാളെ മുതൽ മുഴുവൻ ബാങ്കുകൾക്കും നിബന്ധന ബാധകമാകും. ബാങ്കിംഗ് സേവന നിരക്കുകളിൽ വരുത്തിയ കുറവാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. പുതുക്കിയ മാനദണ്ഡങ്ങൾ 60 ദിവസത്തിനകം നടപ്പിലാക്കാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും സാമ നിർദ്ദേശം നൽകിയിരുന്നു. ഇതാണിപ്പോൾ ബാങ്കുകൾ നടപ്പിലാക്കുന്നത്. അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള നിരക്ക് പരമാവധി 2% നിശ്ചയിച്ചതാണ് പ്രധാന മാറ്റം. GCCക്ക് പുറത്ത് മദാക്കാർഡ് ഉപയോഗിച്ചുള്ള അന്താരാഷ്ട്ര പണം പിൻവലിക്കലിനുള്ള ഫീ ഇടപാട് മൂല്യത്തിന്റെ 3% പുതുക്കി നിശ്ചയിച്ചു. പരമാവധി തുക 25 റിയാലായും നിജപ്പെടുത്തി. സൗദിക്കകത്ത് ഇതര ബാങ്കുകളിലേക്ക് 2500 റിയാൽ വരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫീ 50 ഹലാലയായും അതിനു മുകളിലുള്ള തുകക്ക് 1 റിയാലായും പുതുക്കി നിശ്ചയിച്ചു. 1 വർഷത്തിനിടയിലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി. മദാക്കാർഡ് റീ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഫീ പരമാവധി 10 റിയാലായും പുതുക്കി നിശ്ചയിച്ചാണ് മാറ്റം നിലവിൽ വരുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ 3000-ലേറെ കമ്പനികളിലെ ജീവനക്കാർ പ്രീമിയം ഇഖാമയ്ക്ക് അർഹരാണെന്ന് പ്രീമിയം റെസിഡൻസി കേന്ദ്രത്തിന്റെ സർവേ. ആരോഗ്യശാസ്ത്ര ഗവേഷണ മേഖലയിലുള്ള മികച്ച പ്രതിഭകൾക്കെല്ലാം പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കാം. ലവിയും ഫീസുകളും ഇല്ലാതെ സൗദി പൗരന്മാരുടേതിന് സമാനമായ അവകാശങ്ങളാണ് പ്രീമിയം ഇഖാമ നൽകുക. 3484 സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ പ്രീമിയം റെസിഡൻസിക്ക് അർഹരാണെന്നാണ് സൗദി അറേബ്യയുടെ കണ്ടെത്തൽ. ഇപ്പോൾ പ്രത്യേക വിഭാഗങ്ങളാക്കി തിരിച്ച് പ്രീമിയം റെസിഡൻസി നൽകുകയാണ് സൗദി അറേബ്യ. 4 വിഭാഗക്കാർക്ക് നിലവിൽ പ്രീമിയം റെസിഡൻസി ഇപ്പോൾ വേഗത്തിൽ ലഭ്യമാക്കും. ഇതിനായി നിബന്ധനകളുണ്ട്. 1-ാം വിഭാഗം ഗവേഷകരാണ്. ഈ വിഭാഗത്തിൽ പ്രീമിയം ഇഖാമ ലഭിക്കാൻ നിബന്ധനകൾ ഇവയാണ്: 1. സൗദിയിലെ ഏതെങ്കിലും സ്ഥാപനത്തിലോ കമ്പനിയിലോ ജോലി ചെയ്യുന്നവരാവുക. 2. പ്രതിമാസം കുറഞ്ഞത് 14,000 റിയാൽ ശമ്പളമുള്ളവരായിരിക്കുക. 3. ചുരുങ്ങിയത് PG എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയായി ഉണ്ടായിരിക്കുക. 4. കമ്പനിയുടെ മേധാവിയിൽ നിന്നും റെക്കമെൻഡേഷൻ ലെറ്ററും സമർപ്പിക്കണം. ഗവേഷകരാണെങ്കിൽ യോഗ്യതയുള്ള മേഖലയിലെ 3 പേപ്പറുകളും സബ്മിറ്റ് ചെയ്യണം. ആരോഗ്യശാസ്ത്ര മേഖലയിലുള്ളവർക്കും പ്രീമിയം ഇഖാമ ലഭിക്കും. എന്നാൽ ഇവർക്ക് കുറഞ്ഞ ശമ്പളം 35,000 ആയിരിക്കണം. മിനിമം ബിരുദമെങ്കിലും യോഗ്യതയായും വേണം. മറ്റുള്ള നിബന്ധനകളെല്ലാം നേരത്തെ പറഞ്ഞതു തന്നെ. സ്പെഷ്യൽ ടാലന്റുള്ള ശാസ്ത്ര മേഖലയിൽ പ്രതിഭകളായ ഗവേഷണത്തിലും താല്പര്യമുള്ള വിദേശികൾക്കെല്ലാം സൗദിയിൽ പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കാം. മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബത്തോടൊപ്പം സ്പോൺസറും ലവ്യവുമില്ലാതെ സൗദിയിൽ താമസം ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിൽ ഉൾപ്പെടെ സൗദി പൗരന്മാരുടെ അതേ ഫാസ്റ്റ് ട്രാക്കും സ്വന്തമായി റീ എൻട്രികൾ ചെയ്യുവാനുള്ള സൗകര്യവും പ്രീമിയം ഇഖാമയുടെ ഗുണങ്ങളാണ്. ഭാര്യയെയും മക്കളെയും എല്ലാം സൗദിയിൽ ജോലി ചെയ്യിപ്പിക്കാനും ബിസിനസ് ചെയ്യിപ്പിക്കാനും സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഇതുവഴി അവസരമുണ്ടാകും. നിതാക്ക ചട്ടങ്ങളും ഇവർക്ക് ബാധകമാകില്ല. മീഡിയ 1, റിയാദ്. മദീന പ്രവാചക പള്ളിയിലെ റൗള ഷെരീഫ് സന്ദർശന സമയം പ്രഖ്യാപിച്ചു. റമലാന്റെ ഭാഗമായാണ് പുതിയ സമയക്രമം. നുസൂഖ് ആപ്പ് വഴി ബുക്ക് ചെയ്തവർക്കേ പ്രവേശനം അനുവദിക്കൂ. റമലാനിലെ ആദ്യ 20 ദിനങ്ങളിലും അവസാന 10 ദിനങ്ങളിലും വ്യത്യസ്ത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. റമദാനിലെ റൗദ ഷരീഫ് സന്ദർശനത്തിനാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം. റമദാനിലെ ആദ്യ 20 ദിവസങ്ങളിലെ സമയക്രമം ഇപ്രകാരമാണ്: പുരുഷന്മാർക്ക് രാവിലെ 11:20 മുതൽ രാത്രി 8 വരെ, പിന്നീട് പുലർച്ചെ 2 മുതൽ 5 വരെയും; സ്ത്രീകൾക്ക് രാത്രി 11 മുതൽ പുലർച്ചെ 1:40 വരെയും രാവിലെ 6 മുതൽ 11 വരെയുമാണ് അവസരം. റമദാൻ അവസാന 10-ൽ പുരുഷന്മാർക്ക് 3 സമയക്രമങ്ങളുണ്ട്. രാവിലെ 11 മുതൽ രാത്രി 8 വരെയാണ് ഒന്നാമത്തേത്. രാത്രി 11 മുതൽ 12 വരെയും രണ്ടാം ഘട്ടം. പുലർച്ചെ 2 മുതൽ 5 വരെ എന്നിങ്ങനെയാണ് പുരുഷന്മാരുടെ സമയം. ഇതേ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് രാവിലെ 6 മുതൽ 11 വരെ മാത്രമായിരിക്കും സന്ദർശന സമയം. നുസുഖ് ആപ്ലിക്കേഷൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് അനുമതി. മീഡിയ 1, ജിദ്ദ. ചരിത്ര വഴികളിലൂടെ പവേഡ് ബൈ STC ബാങ്ക്.
Send money to India with no fees. മക്ക പ്രവിശ്യയിലെ ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു അബവാ. ഈ മരുഭൂപ്രദേശത്തിന് പ്രവാചകന്റെ ജീവചരിത്രവുമായി ബന്ധമുണ്ട്. മരുഭൂപ്രദേശത്ത് കണ്ടെത്തിയ ഒരു പഴയ കച്ചവട കേന്ദ്രം പ്രവാചകന്റെ കാലത്തിലേക്കുള്ള സഞ്ചാരമാണ്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക്. ജിദ്ദയിൽ നിന്നും 212 കിലോമീറ്റർ അകലെയാണ് അബവ ഗ്രാമം. ഈ പ്രദേശത്ത് സമീപകാലം വരെ ഉപയോഗിച്ച ഒരു സൂക്കിലേക്കാണ് ഈ യാത്ര. ചെറുനാട്ടുപാതകളും മൺവഴിയും കടന്നാൽ അവിടേക്കെത്താം. മദീനയിലേക്ക് അക്കാലത്ത് നീളുന്ന വഴിയിലെ പ്രധാനപ്പെട്ട സൂക്കുകളിൽ ഒന്നായിരുന്നു ഇത്. എന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കച്ചവട സംഘങ്ങൾ അന്ന് ഇതുവഴി മദീനയിലേക്ക് നീളുന്ന ഈ പ്രദേശം വഴി സഞ്ചരിച്ചിട്ടുണ്ട്. സൂക്ക് എന്നാൽ വ്യാപാര കേന്ദ്രം. മക്കക്കും മദീനക്കും ഇടയിൽ സഞ്ചരിച്ചവർ അക്കാലത്ത് ഇതുവഴി പോകുമായിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ഈ പ്രദേശത്തിന് ലഭിച്ചത് പ്രവാചകർ കടന്നുപോയ വഴി എന്ന പഠനം പുറത്തു വന്നതോടെയാണ്. പിന്നാലെ ഈ പ്രദേശം സംരക്ഷിത കേന്ദ്രമാക്കി. പ്രവാചകരും അനുചരന്മാരും ഈ സൂക്കിൽ എത്തിയതായും വിശ്രമിച്ചതായും കരുതുന്നു. എണ്ണം സംബന്ധിച്ച് പല കണക്കുകൾ ഉണ്ടെങ്കിലും പ്രവാചകർ ഇതിലെ പലതവണ കടന്നുപോയെന്നാണ് സൗദി ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. വൈകാതെ ഈ പ്രദേശം സന്ദർശകർക്ക് ചരിത്ര വിശദീകരണ സഹിതം തുറന്നു നൽകും. സമീപകാലത്ത് വരെ ഈ സൂക്ക് സജീവമായിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മദീനയിലേക്ക് നീളുന്ന വഴി അത് വ്യത്യസ്തമായൊരു വഴിയിലേക്ക് നീങ്ങിയതോടുകൂടി ഈ സൂക്കിന്റെ പ്രതാപം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. എങ്കിലും ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി ഇന്നും അബവായിൽ ഈ സൂക്ക് നമുക്ക് കാണാൻ സാധിക്കും. അബവായിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ. ഖത്തറിന്റെ പൗരാണിക തനിമ ഇക്കാലത്തും കേടുപറ്റാതെ നിൽക്കുന്ന ഇടമാണ് ദോഹയിലെ സൂക്ക് വാക്കിഫ്. റമദാനിൽ ആളും ആരവവും ഉയരുന്ന ഇടം. പൊടിപൊടിക്കുന്ന കച്ചവടമാണ് ഈ പൈതൃക തെരുവിന്റെ ജീവൻ. സൂക്കിലെ റമദാൻ കച്ചവട തിരക്കിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്പൈസസ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉപകാരം നടത്തുന്ന അറബികൾ മാത്രം. അതുപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യുന്നോ അത് നമ്മൾ ഉണ്ടാക്കൽ മാത്രം, ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ അതിൻ്റെ ഉപകാരം നടത്തുന്ന അറബികൾ മാത്രം. നമുക്ക് വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ, അതോടുകൂടി നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത എത്രയോ ഐറ്റംസ്, 20 ഐറ്റംസാണ് ഇവർ മസാലയിൽ മിക്സ്. സൂക്ക് വാക്കിഫിൽ ഷോപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും, പിന്നെ നല്ല പ്രൈസുമാണ്. അതാണ് മെയിനായിട്ടുള്ള കാരണം. നോർമലി മലയാളികൾ ഇങ്ങനെ ധാരാളമായിട്ട് സൂക്ക് വാക്കിഫിൽ ഇങ്ങനെ വന്ന സാധനം വാങ്ങിക്കാറുണ്ടോ? അതെ, ഇവിടെ കാണാറുണ്ട്. പിന്നെ അറബ്സാണ് കൂടുതൽ, മലയാളികൾ ഉണ്ടാവാറുണ്ട്. ഈ സൂക്കിൽ നിന്ന് എന്താണ് വാങ്ങിക്കാറുള്ളത്? സൂക്കിൽ നിന്ന് ഞാനിപ്പോൾ മെയിനായിട്ട് നട്സും കാര്യങ്ങളും മേടിക്കാനാണ് വന്നത്. പിന്നെ വേറെ അബായ കാര്യങ്ങൾ മേടിക്കാറുണ്ട്. സാധാരണ അവർ കൂടുതലായിട്ട് ഈ സമയത്ത് വാങ്ങിക്കുന്നത്, ഈ സമയത്ത് അവരെടുക്കൽ സ്പൈസസ് ആണ്. സ്പൈസസ് എന്ന് വെച്ചാൽ അവരെടുക്കുന്ന നമ്മളെപ്പോലെ പൗഡർ അല്ല, അവർ സ്പൈസസ് സീഡൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവർ മെഷീനിൽ കൊണ്ടുപോയി പൊടിക്കലാണ്. ഇന്ത്യയിലാണ് എല്ലാ സാധനം ഫുഡ് സ്പൈസസ് വരുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഏതൊക്കെ സ്പൈസസ് നമുക്ക് പോലും അറിയുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മളെ നാട്ടിലിപ്പോൾ നമ്മളിപ്പോൾ 27 വർഷമായി ഞാനിവിടെ ഈ ദോഹയിൽ ഈ സ്പൈസസിൻ്റെ മേഖലയിൽ. ഏതായാലും നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഉപയോഗം നടക്കുന്നത് ഈ ഖത്തർ പോലെയുള്ള അറബ് രാഷ്ട്രങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ദോഹയിലെ സൂക്ക് വാക്കിഫിൽ നിന്ന് അഷ്റഫ് ഒമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ. റമദാൻ ഉംറ സീസണിലെ തിരക്ക് പരിഗണിച്ച് ജിദ്ദ വിമാനത്താവളത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. തീർത്ഥാടകരുടെ വരവും തിരിച്ചുപോക്കും സുഗമമാക്കുന്നതിനാണ് നടപടി. 10,000-ലധികം ജീവനക്കാർ സേവനത്തിലുണ്ട്. റമദാനിലെ തിരക്ക് പരിഗണിച്ചാണ് ജിദ്ദ വിമാനത്താവളത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഹജ്ജ് ഉംറ ടെർമിനൽ കോംപ്ലക്സ്, ടെർമിനൽ 1, നോർത്ത് ടെർമിനൽ എന്നിവിടങ്ങളിലാണ് സേവനങ്ങൾ മികച്ചതാക്കിയത്.
407 ബഗേജ് കൗണ്ടറുകളും 463 പാസ്പോർട്ട് കൗണ്ടറുകളും സജ്ജമാക്കിയാണ് യാത്രാ നടപടികൾ വേഗത്തിലാക്കുന്നത്. യാത്രക്കാരെ നേരിട്ട് വിമാനങ്ങളിലേക്ക് എത്തിക്കാൻ 56 എയർ ബ്രിഡ്ജുകളും 35 ബഗേജ് ബെൽറ്റുകളും 81 കസ്റ്റംസ് പരിശോധനാ ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷ ശക്തിപ്പെടുത്താൻ 4 മെഡിക്കൽ സെന്ററുകളും 3 സ്വീകരണ ഹാളുകളും 20 എയർ കണ്ടീഷൻഡ് വിശ്രമ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 10,000-ലധികം ജീവനക്കാരാണ് വിവിധ സർക്കാർ സുരക്ഷാ ഓപ്പറേഷൻ വിഭാഗങ്ങളിൽ സേവനത്തിലുള്ളത്. ഏപ്രിൽ 3 വരെ ഉംറ തീർത്ഥാടകരുടെ വരവ് തുടരും. ഏപ്രിൽ 18-നാണ് ഉംറ വിസയുള്ളവരുടെ അവസാന മടങ്ങൽ തീയതി. മീഡിയ 1 ജിദ്ദ. റമദാൻ മാസത്തിലെ ആദ്യ വ്യാപാര ദിനത്തിൽ കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികകൾ സമ്മിശ്ര പ്രകടനം കാഴ്ചവെച്ചു. ബ്ലൂ ചിപ്പ് ഓഹരികളിൽ വാങ്ങൽ വർദ്ധിച്ചതോടെ വിപണി ശക്തമായ തുടക്കം രേഖപ്പെടുത്തി. വ്യാപാര മൂല്യം 69.6 ദശലക്ഷം ദിനാറിലെത്തി. റമദാനിലെ ആദ്യ ദിനങ്ങളിൽ ഉയർന്ന നിലയിലൊന്നാണിത്. പ്രീമിയർ മാർക്കറ്റ് സൂചിക ഉയർന്നപ്പോൾ മെയിൻ മാർക്കറ്റിൽ ലാഭമെടുപ്പ് സമ്മർദ്ദമുണ്ടായി. മൊത്തം വിപണി മൂലധനം 52.2 ബില്യൺ ദിനാറായി ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. നിക്ഷേപകരുടെ ആത്മവിശ്വാസം തുടരുമെന്ന സൂചനയാണ് വിപണി പ്രവണത നൽകുന്നത്. റമദാൻ ആരംഭിച്ചതോടെ കുവൈത്തിൽ കന്നുകാലി വില ഉയർന്നു. ബലിയാടുകളുടെ ആവശ്യകത വർദ്ധിച്ചതും ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തിയതുമാണ് വില വർധനയ്ക്ക് കാരണം. ഷുവൈക്ക് വിപണിയിൽ നുഐമി ആടുകളുടെ വില 120 ദിനാറിൽ നിന്ന് 150 ദിനാറായി ഉയർന്നു. ഷഫാലി ആടുകളുടെ വിലയും 90 ദിനാറിൽ നിന്ന് 120 ദിനാറായി വർദ്ധിച്ചു. വരും ദിവസങ്ങളിൽ വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ അറിയിച്ചു. ആവശ്യകത കൂടിയതിനാൽ വിപണിയിൽ ആടുകൾക്ക് ലഭ്യത കുറവാണെന്നും അധികൃതർ വ്യക്തമാക്കി. അജ്മാനിൽ റമലാൻ കാർണിവൽ പ്രഖ്യാപിച്ച അജ്മാൻ പോലീസ് ക്ലബ്ബ്. ഈ മാസം 21 മുതൽ മാർച്ച് 19 വരെ നീണ്ടു നിൽക്കുന്നതാണ് കാർണിവൽ. അജ്മാൻ പോലീസ് സ്പോർട്സ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബ്ബ് പരിസരത്ത് റമദാനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ രാത്രി 2 വരെയാണ് റമദാൻ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പ്രവാസി കുടുംബങ്ങൾക്ക് റമദാൻ രാവുകൾ കൂടുതൽ ആസ്വാദ്യകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർണിവൽ ഒരുക്കുന്നതെന്ന് അജ്മാൻ പോലീസ് ക്ലബ്ബ് അധികൃതർ പറഞ്ഞു. All the families who's living in Ajman to be happy. This is our important thing. Okay, we want him like a part of like a family of Ajman. 150 സ്റ്റാളുകൾ മേളയിലുണ്ടാകും. വിവിധ കായിക പരിപാടികൾക്ക് പുറമെ ആകർഷകമായ സമ്മാനങ്ങളും കാർണിവലിൽ പങ്കെടുക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് നിന്നുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പാറ്റ് കമ്മ്യൂണിറ്റി, സ്പെസിഫിക്കലി നിങ്ങൾക്കറിയാം ഷാർജ അജ്മാൻ ഭാഗങ്ങളിൽ കണ്ടമാനം മലയാളികളും താമസിക്കുന്ന ഒരു ഏരിയയാണ്. സോ അവർക്കും കൂടിയും ഈ ഒരു ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടമാനം ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള കുറേ ബെനിഫിറ്റ്സ്, അതിൽ ചില സർപ്രൈസസ് ഇതെല്ലാം ഗവൺമെൻറ് ഭാഗത്തു നിന്നും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇതിൽ പറയുന്നില്ല, കാരണം അപ്പോൾ ആ സർപ്രൈസ് ഇതായി പോവും. അപ്പോൾ ഇവിടെയുള്ള സൗകര്യങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയും മനസ്സിലാക്കാനും ഇവിടെയും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും കൂടി പറയാനും കൂടി ആയിട്ടാണ് ഒരു ഇവന്റ് നമ്മളെ. അജ്മാൻ പോലീസ് ക്ലബ്ബിൽ പണമടച്ച് പങ്കെടുക്കേണ്ട കായിക ഇനങ്ങളിൽ പലതും കാർണിവൽ കാലത്ത് സൗജന്യമായി ലഭ്യമാക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വെൽത്തയുമായി സഹകരിച്ചാണ് കാർണിവൽ ഒരുക്കുന്നത്. നടി നേഹ സക്സേന അടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 അജ്മാൻ. റമലാൻ മാസത്തോടനുബന്ധിച്ച് മസ്കത്ത് ഗവർണറേറ്റിലെ പൊതു പാർക്കുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ പാർക്കുകളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 12 മണി വരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 1 മണി വരെയുമാണ് പ്രവേശന സമയം. നോമ്പുതുറയ്ക്ക് ശേഷമുള്ള വിശ്വാസികളുടെയും താമസക്കാരുടെയും സൗകര്യം കണക്കിലെടുത്താണ് പുതിയ സമയക്രമം. കുവൈത്തിൽ വ്യാപക പരിശോധനയ്ക്ക് പിന്നാലെ ഗതാഗത നിയമലംഘകർക്കെതിരെ കർശന നടപടി തുടരുന്നു. ട്രാഫിക് വകുപ്പിന്റെ പരിശോധനയിൽ 319 ഗതാഗത നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. 80 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. 10 പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ നിയമലംഘനങ്ങൾ 112 എന്ന നമ്പറിലോ ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലോ അറിയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈത്തിലെ ജാബിർ അൽ അഹമ്മദ് റെസിഡൻഷ്യൽ ഏരിയയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കടകളിൽ നടത്തിയ പരിശോധനയിൽ 14 പ്രവാസികൾ അറസ്റ്റിലായി. സ്വകാര്യ വീടുകൾ ഉപയോഗിച്ച് അനധികൃതമായി ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തിയതായും അധികൃതർ അറിയിച്ചു. റെയ്ഡിൽ 7 ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ പിടിച്ചെടുക്കുകയും കാലഹരണപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. ആരോഗ്യ വ്യാപാര നിയമലംഘനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കെതിരെ 33 കേസുകൾ എടുത്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഒമാനിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ഫെബ്രുവരി 26 അവധി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർ വഹിക്കുന്ന നിർണായക പങ്കിനെ ആദരിക്കുന്നതിനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 24 ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൊട്ടടുത്ത വാരാന്ത്യത്തോട് അനുബന്ധിച്ച് പൊതു അവധി നൽകുന്നത്. വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസം ഒഴിവ് ലഭിക്കും. ഖത്തറിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ വൻ മുന്നേറ്റം. കഴിഞ്ഞ വർഷം മാത്രം 12,449 വിദേശ കമ്പനികൾ രാജ്യത്ത് പുതുതായി രജിസ്റ്റർ ചെയ്തെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് രജിസ്ട്രേഷനിൽ 600% വർധനയാണ് രേഖപ്പെടുത്തിയത്. നിക്ഷേപകർക്ക് സേവനങ്ങൾ എളുപ്പമാക്കുന്ന ഏകജാലക സംവിധാനമാണ് മുന്നേറ്റത്തിന് കാരണമായത്. രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ അപേക്ഷകളിൽ 93% ഏകജാലകം വഴിയാണ് സമർപ്പിക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ വിഷയങ്ങൾ പ്രധാന ചർച്ചയാക്കുമെന്ന് സൗദിയിലെ റിയാദിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തക സംഗമം. പോഷക സംഘടനയായ OICCയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ നേരിട്ടും അല്ലാതെയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു റിയാദിൽ OICCയുടെ ക്യാമ്പ്. വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തലും ലക്ഷ്യമായിരുന്നു. പ്രവർത്തക ക്യാമ്പ് കോൺഗ്രസ് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാനും ചാലക്കുടി MPയുമായ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. UDF മാനിഫെസ്റ്റോയിൽ പ്രവാസികൾക്ക് അർഹമായ മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പഠന സെഷനുകളും ഒരുക്കിയിരുന്നു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര, KPCC ജനറൽ സെക്രട്ടറി PA സലീം എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ ഫൈസൽ ബാഹസൻ, നൌഫൽ പാലക്കാടൻ, നിഷാദ് ആലങ്കോട്, സക്കീർ ദാനത്ത്, ഷംനാദ് കരുനാഗപ്പള്ളി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. മീഡിയ 1 റിയാദ്. സൗദിയിൽ ഇൻഡസ്ട്രിയൽ കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പുതിയ ബ്രാഞ്ചിന് തുടക്കമിട്ട റീം അൽ ഔല ട്രേഡിംഗ് കമ്പനി 6000-ലധികം ആളുകൾക്ക് താമസ ഭക്ഷണ സൗകര്യം ഒരുക്കാനും വിധമാണ് പുതിയ സംവിധാനം. യാംബു റോയൽ കമ്മീഷന് കീഴിലാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ. ഇൻഡസ്ട്രിയൽ കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് റീം അൽ ഔല ട്രേഡിംഗ് കമ്പനി. യാംബു ആസ്ഥാനമായി സൗദിയിലെ കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ 15 വർഷത്തിലേറെയായി കമ്പനി സേവനം നൽകുന്നുണ്ട്. പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ ബ്രാഞ്ചിനിപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. റോയൽ കമ്മീഷന്റെ കീഴിലാണ് പ്രവർത്തനങ്ങൾ. 6000-ലധികം ആളുകൾക്ക് താമസ ഭക്ഷണ സൗകര്യം ഒരുക്കാനാകും വിധമാണ് പുതിയ സംവിധാനം. പുതിയ ബ്രാഞ്ചിലെ ആദ്യ ബാച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. ചെയർമാൻ ഫായിസ് ഔദ അൽ ജുഹാനി, മാനേജിംഗ് ഡയറക്ടർ സൗഫർ അലി മുണ്ടയിൽ, PRO അബ്ദുള്ള, ജനറൽ മാനേജർ സമി അൽ ജുഹാനി, ബസീം അലി കണ്ണിയൻ തുടങ്ങിയവർ പുതിയ ബാച്ചിനെ മധുരം നൽകി സ്വാഗതം ചെയ്തു. നിയോം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സോളാർ പ്രോജക്റ്റിലൊക്കെ നമ്മളുടെ ഫേം അതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അർത്ഥത്തിൽ യാമ്പുകാർക്കും സൗദിയിലുള്ളവർക്കും സുപരിചിതമാണ് നമ്മുടെ സർവീസും കാര്യങ്ങളും. ഇൻഷാല്ലാ ഇന്ന് തൊട്ട് നമ്മളതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മളുടെ ഒരു കമ്പനി ക്ലയൻറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 500+ ആളുകൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയും അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതിൽ കൂടുതൽ ആളുകൾ കപ്പാസിറ്റി ഫുള്ളാവുന്ന രീതിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ കാറ്ററിംഗ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, സോഫ്റ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ്, കൊമേഴ്ഷ്യൽ ട്രേഡിംഗ്, മാൻ പവർ സപ്ലൈ തുടങ്ങിയ സേവനങ്ങളിലും കമ്പനി സജീവമാണ്. തബൂക്ക്, നിയോം, ദമ്മാം, ജുബൈൽ, ജീസാൻ, യാംബു, കോബാർ, മദീന തുടങ്ങിയ നഗരങ്ങളിലും കമ്പനി സേവനം നൽകുന്നുണ്ട്. N&T, എയർ പ്രൊഡക്റ്റ്, സാംസങ്, എക്സ്പെർട്ടൈസ്, ഹ്യുണ്ടായി തുടങ്ങിയ ആഗോള കമ്പനികളുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ. മീഡിയ 1 യാംബു. കുവൈത്തിലെ ഹെസ്സ അൽ മുബാറക്കിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ലുലു ഗാർമെന്റ് സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. GCC മേഖലയിലെ ആദ്യ ലുലു ഗാർമെന്റ് കൺസെപ്റ്റ് സ്റ്റോറും കുവൈത്തിലെ 18ാമത് ലുലു ഔട്ട്ലെറ്റുമാണിത്. വിശിഷ്ടാതികളും ലുലു ഗ്രൂപ്പ് അധികൃതരും ചേർന്ന് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. 11,600 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള സ്റ്റോറിൽ പ്രീമിയം ഭക്ഷ്യവസ്തുക്കളും അന്താരാഷ്ട്ര ബ്രാൻഡുകളും ലഭ്യമാണ്. ജൈവ ഹെൽത്ത്
ഫോക്കസ്ഡ് ഉൽപ്പന്നങ്ങൾക്കും വീഗൻ സ്പെഷ്യാലിറ്റി ഇനങ്ങൾക്കും പ്രത്യേക വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. ഗുണനിലവാരവും വൈവിധ്യവും മുൻനിരയിൽ വെച്ച് ഉപഭോക്താക്കൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം നൽകുകയാണ് ലക്ഷ്യം. തലസ്ഥാനമായ ദോഹയടക്കം ഖത്തറിന്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞും മൂടൽമഞ്ഞും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പുലർവേളകളിൽ 1 കിലോമീറ്ററിൽ താഴെയാണ് ദൂരക്കാഴ്ച. പകലിൽ മിതമായ ചൂടുണ്ടെങ്കിലും രാത്രിയിൽ തണുപ്പ് വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. സുരക്ഷിതരായിരിക്കാനും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ആശ്രയിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു.